എല്ലാം ആ ക്യാപ്സൂൾ കൊണ്ട് മറികടക്കാൻ പറ്റുന്നതല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ആ ക്യാപ്സൂളുമായിട്ട് ആളുകൾ കഷ്ടപ്പെടുന്നത് കാണുന്നത് കൊണ്ടുകൂടിയാണ് ഞാനിത് പറഞ്ഞത്. ആ വിഷയത്തെ രാഷ്ട്രീയമായി നേരിടുന്നതിനും അതിനെ ഒരു ഭരണകൂടം എന്ന അർത്ഥത്തിൽ പരിശോധിക്കുന്നതിനും പകരമായി വളരെ അപകടകരമായ ഒരു നരേറ്റീവ് രൂപപ്പെടുത്തിയെടുത്ത് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളീയ സമൂഹത്തിൽ കമ്മ്യൂണൽ പോളറൈസേഷൻ സൃഷ്ടിക്കാൻ മാത്രം പോന്ന, ഒരു ജില്ലയെ അപരവൽക്കരിക്കാൻ പോന്ന, ഒരു കമ്മ്യൂണിറ്റിയെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന അത്യന്തം അപകടകരമായൊരു നരേറ്റീവാണ് ഹിന്ദു പത്രത്തിൽ വന്ന ഈ ഇൻ്റർവ്യൂവിലെ നരേറ്റീവ് എന്ന് പറയുന്നത്. അത് രാജ്യത്ത് ഒരുപാട് അപകടകരമായ കമ്മ്യൂണൽ പോളറൈസേഷന് വഴി തുറക്കാവുന്ന ഒരു നരേറ്റീവാണ്. അത് അദ്ദേഹം അറിയാത്തതാണ്, അദ്ദേഹം ഇച്ഛിക്കാത്തതാണ്. CPM അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എങ്കിൽ മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരാളെ കുറിച്ച് കൈസൻ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വ്യാജരേഖ ചമക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇസ്ലാമോഫോബിയയുടെ മറപിടിച്ച് തങ്ങളകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാമെന്നുള്ള അത്യന്തം അപകടകരമായ ഒരു സ്ട്രാറ്റജിയാണ് കുറച്ച് കാലങ്ങളായി കേരളത്തിൽ CPM സ്വീകരിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റിയോടുള്ള, ഒരു ജനതയോടുള്ള കേരളത്തിൽ നിലനിൽക്കുന്ന കമ്മ്യൂണൽ ഹാർമണിക്കെതിരെയുള്ള വെല്ലുവിളിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്തതാണ്. ആ ഇസ്ലാമോഫോബിക് അന്തരീക്ഷം ഉയർത്തി അതിൽ ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കി മുസ്ലിം കമ്മ്യൂണിറ്റിയെ അപരവൽക്കരിച്ച് മറുഭാഗത്ത് വോട്ട് കൺസോൾട്ടേഷൻ നടത്തുക എന്ന് കുറച്ച് കാലമായി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പൊളിറ്റിക്സിൻ്റെ ടൂളായിട്ടാണ് അവർ ജമാഅത്തെ ഇസ്ലാമിയെ കാണുന്നത്.